ഹലോ, എന്തുണ്ട് സുഹൃത്തുക്കളെ, വിശേഷം? സുഖമാണോ? കുറേ നാളായി ഒരു വീഡിയോ ഇട്ടിട്ട്. പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും അങ്ങനെയൊക്കെ വീഡിയോ ഇടാനൊരു മടി. നമ്മൾ ഫ്രാൻസിൽ നിന്ന് ലോഡ് എടുത്തിട്ട് ജർമ്മനിയിൽ ഹനോവർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഓട്ടോമൊബൈലിൻ്റെ സാധനം അൺലോഡിങ്ങിനായിട്ട് പോകുന്നു. ഇന്ന് രാത്രി 9 മണിക്കാണ് അൺലോഡിങ് ടൈം കിട്ടുന്നത്. അതിപ്പോൾ മാറി നാളത്തേക്കാക്കി. -ഡിഗ്രി ആണ്. സൈഡുകളിൽ മഞ്ഞ് വീണ് ഇപ്പോഴും കിടക്കുന്നു. അങ്ങനെ മിനി മുതലാളി വണ്ടി ഓടിച്ച് പൊക്കോണ്ടിരിക്കുന്നു. മഞ്ഞ്. മിക്കുള്ളവരും ചോദിക്കുന്നു എന്തേ ഇപ്പൊ വീഡിയോ ഇടാത്തതെന്ന്. ഒന്ന് നെറ്റിന്റെ ബുദ്ധിമുട്ട്, പിന്നെ എന്ത് പറയും, എന്തോ പറയാൻ, അങ്ങനെ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ളൊരു വിഷമം. എല്ലാവരും ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ് കൂടുതൽ എല്ലാവർക്കും താല്പര്യം. കാര്യം ഇപ്പോൾ പൊതുവെ VFSൻ്റെ ഡേറ്റ് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഫെബ്രുവരി ലാസ്റ്റോടുകൂടി VFSനെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും, ഡേറ്റിനെ പറ്റി എന്ന് വിചാരിക്കുന്നു. കാണാൻ നല്ല രസമാണ്, പക്ഷേ തണുപ്പ് അനുഭവിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. നമ്മളെ കാലിൻ്റെ കൈയിൻ്റെ വിരല് വഴി തണുത്തിട്ട് വേദന എടുക്കും. നല്ല നേറിപ്പൊള്ളയണ വേദന. കൂടുതൽ നേരം ഈ ടാർപ്പയൊക്കെ മാറ്റിയിട്ട് നമ്മൾ ബെൽറ്റ് അടിക്കാനും ലോഡ് കയറ്റാനൊക്കെ ഇറങ്ങി നിൽക്കില്ലേ, ആ സമയത്ത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളോരോ കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ആ കമൻറ്റിൻ്റെ മറുപടി ആയിട്ട് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. പുതിയ വർഷം വന്നത് കൊണ്ടായിരിക്കും VFSന് ഇങ്ങനെ ഒരു ടൈറ്റ് വരാൻ കാര്യം. പ്രതീക്ഷയോടുകൂടി ഇന്ന് എത്ര പേരെന്നറിയാമോ ഭയങ്കര വിഷമത്തിലായിരിക്കുന്നത്. VFSൻ്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ടും ഇഷ്ടം പോലെ പേരുണ്ട്. VFSൻ്റെ ഡേറ്റ് കിട്ടാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റാണ്ട് വർക്ക് പെർമിറ്റും എടുത്ത് വെച്ചും കൊണ്ട് അതിൻ്റെ ഡേറ്റ് തീർന്നു പോകുമെന്നുള്ള പേടിയിലും പല ആൾക്കാരും വർക്ക് പെർമിറ്റ് എടുത്ത് കൊടുത്തിട്ട് നല്ല എമൗണ്ട് പലരുടെ കയ്യിൽ നിന്നും മേടിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ മേടിക്കുന്ന ആളിന് തന്നെ അറിയാം VFS ഡേറ്റ് കിട്ടി വിസ അടിച്ചാൽ മാത്രമേ അവർക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് അവർക്കറിയാം. എന്തിനാണ് ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ മേടിക്കണമെന്ന് അറിയാൻ വയ്യ. അവർ ലോൺ എടുത്തിട്ട് കയറിക്കും കൊണ്ടുവന്ന് കൊടുക്കുന്ന, അവർ 100% പോകാൻ പറ്റുമെന്ന് ഉറപ്പോടുകൂടിയാണ് കടം മറിച്ചൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ലാസ്റ്റ് വരാൻ പറ്റാണ്ടാവുമ്പോഴത്തേക്ക് അവർ മാനസികമായിട്ട് തളർന്നു പോകും. ഓരോ കുടുംബങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ ഓരോരുത്തർ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നത്. After 800 meters, go left on the roundabout and take the second exit on lines, then take the motorway. അങ്ങനെ സ്വപ്നം കണ്ട് നടന്നത് തന്നെയാണ് ഞാനും. പിന്നെ ഒടുവിൽ ഇവിടെ എത്തിപ്പെട്ടു. അതൊരു ഭാഗ്യമെന്ന് വേണം പറയാൻ. അതുപോലെ എല്ലാവർക്കും പറ്റട്ടെ. നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴാണ് നമ്മളെ സമയം തെളിഞ്ഞ് കിട്ടണമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരിക്കൽ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് നിർത്തിക്കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പറ്റത്തില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് പൈസയും നമ്മളതിന് ചിലവാകും.
അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടും. Go left on the roundabout and take the second exit on lines, then take the motorway. വെയിലും കൂടെ അടിച്ചപ്പോ ഉണ്ടല്ലോ വെള്ള കളർ വെളുവിളാന്ന് വന്ന് കിടക്കുക. ഇരുപത്തിരണ്ടര ടണ്ണ് സാധനമുണ്ട്, ലോഡ് വെയിറ്റ് ഉണ്ട്. ലോഡ് നല്ല ലോഡും പിന്നെ എന്താണ് ഹൈ റേഞ്ച് പോലത്തെ ഉള്ള റോഡും കൂടെ കയറ്റം ഇറക്കവും കൂടെ ആണെന്നുണ്ടെങ്കിൽ മൈലേജും ഒന്ന് കുറയും. അപ്പോൾ മൈലേജ് കുറയുമ്പോൾ കമ്പനിയിൽ നിന്ന് വിളി വരും, എന്താണ് മൈലേജ് കുറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ ഇതാണ് ടെന്നേജ് കൂടിയിട്ട് നമ്മൾ ഇത് ഈ റോഡൊന്നും കുഴപ്പമില്ല, കയറ്റവും ഇറക്കമുള്ള റോഡ് അതിലോട്ട് പോയി ഇറങ്ങും, കയറ്റവും ഇറക്കമുള്ള റോഡ്. അപ്പോഴത്തേക്ക് ഈ വണ്ടി 50, 45 അങ്ങനെ കയറ്റമൊക്കെ കയറി പോണ സ്പീഡ് അത്രേ കാണുള്ളൂ. അതൊക്കെയാണ് മൊത്തം മഞ്ഞ്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും VFS ഒക്കെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ഉഷാറ് കിട്ടും വീഡിയോസ് ഇടാൻ. അപ്പോൾ അതെല്ലാം ഓപ്പണായി വരട്ടെ, ആൾക്കാർക്ക് എല്ലാവർക്കും ഇവിടെ വരാൻ പറ്റട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുഞ്ഞു വീഡിയോ ഇവിടെ നിർത്തുന്നു. ഓക്കെ.